എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ കിട്ടിയൊരു ന്യൂസാണ്. സംഭവം വേറൊന്നുമല്ല. നടി ധന്യ മേരി വർഗീസിനെ അറിയാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണുമായിരിക്കും. അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. കാരണം അവർ കൂടുതലായിട്ട് സീരിയലിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ കുറേ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ന്യൂസ് തന്നെ കണ്ടിട്ട് വന്നതിന് ശേഷം നമുക്കതേക്കുറിച്ച് സംസാരിക്കാം. നടി ധന്യ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ധന്യയുടെ ഭർത്തൃപിതാവിന്റെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ചുവെന്നാണ് കേസ്. കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് ധന്യ വർഗീസ്. ശരൺ വിശദാംശങ്ങൾ നൽകും. ശരൺ, ഇഡി ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തേണ്ടി വന്നതിന്റെ പശ്ചാത്തലം എന്താണ്? നടി ധന്യ മേരി വർഗീസിന്റെ ഭർത്തൃപിതാവിന്റെ പേരിലുള്ളതാണ് ഈ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്ന കമ്പനി. ഈ കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ധന്യ മേരി വർഗീസ്. ഇതിൽ നേരത്തെ ഈ കമ്പനി ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരിൽ നിന്നും നിക്ഷേപം വാങ്ങിയിരുന്നത്. അതിനുശേഷം ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ തട്ടിപ്പിന് ഇരയായവർ തിരുവനന്തപുരം പേരൂർക്കട പോലീസിനെ സമീപിക്കുകയും പേരൂർക്കട പോലീസ് ഇത് സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. ഇതിനെ തൊട്ടു പിന്നാലെയാണ് ഇതിന്റെ മറവിലുള്ള കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടന്നിരുന്നത്. ഈ ധന്യ മേരി വർഗീസിന്റെ ഭർത്തൃപിതാവ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും 13 സ്ഥാവര ജംഗമ വസ്തുക്കൾ, ഫ്ളാറ്റ് എന്നിവയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പട്ടത്തും പേരൂർക്കടയിലുമുള്ള 1.56 കോടിയുടെ സ്വത്തുക്കൾ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിനിടയിൽ ഇഡി എത്തിച്ചേർന്നിരുന്ന അപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് എല്ലാവരും കേട്ടല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസിലൊക്കെ വരുന്ന സമയത്ത് ഇവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആ സമയത്തും ഇതുപോലെയൊക്കെയുള്ള കുറച്ച് കേസുകളെ കുറിച്ചിട്ടൊക്കെ അവർ പറഞ്ഞതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു പറ്റിപ്പെന്ന് പറയുന്നത്, അത് ആര് നടത്തിക്കഴിഞ്ഞാലും അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ഇവരൊക്കെയെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള നാണക്കേടൊക്കെ ഒരുപാടായിരിക്കും. ഇന്ന് കുറച്ച് പേര് ചോദിക്കും, സെലിബ്രിറ്റി അല്ലാത്തവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനക്കേടില്ലേ എന്ന്. മാനക്കേട് തന്നെയാണ്. ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ ആര് ചെയ്ത് കഴിഞ്ഞാലും നാണക്കേട് തന്നെയാണ്, അല്ലേ? അപ്പോൾ എന്തായാലും ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് അത് കെട്ടിക്കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഇവരൊക്കെ എന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ് അല്ലേ, എന്നിട്ട് ഇവർക്കൊക്കെ സമൂഹത്തിൽ നമ്മളെയൊന്നും ആരും അങ്ങനെ അറിയില്ല. പക്ഷെ അതുപോലെയല്ല ഇവർ. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. അവിടെ ആര് തെറ്റ് ചെയ്താലും, ഇനി ഒട്ടും അറിയപ്പെടാത്ത ആളുകളാണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് മീഡിയകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവർ അറിയപ്പെടും. എത്ര ഒളിച്ചാലും എങ്ങനെയാണെങ്കിലും അതൊക്കെ എല്ലാ ചാനലുകളിലൂടെയും വന്നിട്ട് അറിയും. ഇപ്പം തന്നെ നോക്കൂ, എൻ്റെ ഒരു ചാനൽ, ഇത് അത്ര വലിയ റീച്ചൊന്നുമുള്ള ചാനലല്ല, എന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു കേസ് വന്ന സമയത്തിന് ഞാനിത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ചാനലിൽ കൊടുത്തല്ലോ. അപ്പോൾ അതുപോലെ ഓരോരുത്തർ കാണുമ്പോഴും എല്ലാവരും എടുത്തിട്ട് അവരവരുടെ ചാനലിൽ ഇതൊരു സബ്ജക്റ്റാക്കി തന്നെ വയ്ക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഇത്തരക്കാരൊക്കെ എന്താണ്, ഇവർക്കൊക്കെ വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ? ശരിക്കും പൈസയുടെയുള്ള ആർത്തി തന്നെയായിരിക്കാം ഇതിനെല്ലാത്തിനും പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഓരോരുത്തരുടെയും പേരിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ട് അവർ ഓരോരുത്തരും ഉണ്ടാക്കുന്ന പൈസയ്ക്ക് തന്നെ ഉണ്ടല്ലോ, അത് മേടിക്കുമ്പോഴത്തേക്ക് അവർ എന്ത് കാര്യത്തിലാണോ, എന്ത് എഗ്രിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരാറിൻ്റെ പേരിലാണ് അത് മേടിക്കുന്നതെങ്കിൽ അത് മര്യാദയ്ക്ക് കറക്റ്റ് സമയത്ത് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിന്ന് നാണം കിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അത് ആരുടെ കാര്യത്തിലാണെങ്കിലും, ധന്യ മേരി വർഗീസിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള ആരുടെ കാര്യത്തിലായാലും. ഇതിപ്പോൾ എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസൊക്കെ ആയിട്ട് വന്നു, റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇതിനകം വെച്ചിട്ട് തന്നെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ആളുകളെങ്കിലും ദയവ് ചെയ്ത് അത് ഈ ഒരു ഫീൽഡിലുള്ളവരായാലും അല്ലാത്തവരായാലും മറ്റുള്ളവരെ പറ്റിക്കാനായിട്ട് നോക്കാതിരിക്കുക. ഇനി അഥവാ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു വർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ പൈസയെങ്കിലും തിരിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും രൂപ, ഇതൊരു ചെറിയ എമൗണ്ട് അല്ല ഇവരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത്. കുഞ്ഞൊരു എമൗണ്ടൊന്നും അല്ല, ഇതൊരു വലിയ ഒരു തുക തന്നെയാണ്, അല്ലേ?
അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ ചാനൽ വഴി എൻ്റെ സബ്ബായിട്ടുള്ള ആളുകളെയൊക്കെ ഇതൊന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. കാരണം ഇത് ഇപ്പോൾ ഇറങ്ങിയ ബ്രേക്കിംഗ് ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഉടനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. ഇതുവരെയും ചാനൽ സബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്തേക്കുക.